ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന ദിവസമാണ് വയനാട്. പ്രത്യേകിച്ചും ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ് ബോക്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്നു. 100% ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് നമുക്ക് പറയാനുള്ള സമയമായിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിൽ കൂടിയും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. CPIM-ന്റെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 5 ലീഗ് അംഗങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി DCC അധ്യക്ഷൻ CP മാത്യു രംഗത്തെത്തി. അവർക്ക് ആദ്യം വേണമെന്ന് പറഞ്ഞു. അതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. കോൺഗ്രസിന് ആദ്യം വേണമെന്ന് പറഞ്ഞു, അത് സമ്മതിച്ചില്ല. അത്രേ ഉള്ളൂ, വേറെ വിഷയമില്ല. UDF-ന് വേണ്ടി വോട്ട് വാങ്ങിച്ചവർ ക്രോസ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ചതിയൻ ചന്തുവിൻ്റെ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ജനാധിപത്യ കേരളം പൊറുക്കില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റില്ലമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളു. മുസ്ലിം ലീഗ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പലവട്ടം വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ലീഗിനുണ്ടായിരുന്ന സീറ്റുകൾ പോലും UDF-ന്റെ താല്പര്യം, വിശാല താല്പര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടുകൊടുത്തവരാണ്. പക്ഷേ തൊടുപുഴ നഗരസഭയിലെ കാലങ്ങളായി മുസ്ലിം ലീഗിനുള്ള ടേൺ കഴിഞ്ഞ പ്രാവശ്യം ജോസഫ് സാറിൻ്റെ താല്പര്യത്തിന് വിട്ടുകൊടുത്തു. ഇപ്രാവശ്യം ഒരു അവസരം വന്നപ്പോൾ ലീഗ് അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യങ്ങളെ വിമുഖതയോടെ നോക്കിക്കാണുകയും അവസാനം UDF-ൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ പേരിൽ ജയിച്ച സ്ഥാനാർത്ഥിയെയും ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളെയും കൂടെ നിർത്തി കോൺഗ്രസ് ലീഗിനെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് കൗൺസിലിൽ ബോധ്യപ്പെട്ടപ്പോൾ ആത്യന്തികമായി വിജയിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൽ LDF-ന് വോട്ട് ചെയ്യാൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തു. നേരത്തെ തെരഞ്ഞെടുപ്പിനിടെ ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയ്ക്ക് മുന്നിൽ ഏറ്റുമുട്ടിയിരുന്നു. എബിൻ ജോസ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നത്. എബിൻ, ഇതിപ്പോൾ ഇനി അവിടുത്തെ കോൺഗ്രസുമായി സഹകരിക്കില്ലെന്ന് ലീഗ് ജില്ലാ നേതൃത്വം തന്നെ പ്രഖ്യാപിക്കുന്നു. അത് പ്രാദേശികമായി ആ മേഖലയിൽ മാത്രം ഒതുങ്ങാതെ കൂടുതൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇന്ന് കണ്ടത്. എബിൻ, ഹാഷ്മി, തീർച്ചയായും ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പോടുകൂടി ജില്ലയിലെ മുന്നണി സമവാക്യങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് UDF-നുള്ളിൽ വലിയ ഭിന്നതയാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലാ നേതൃത്വം, മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തന്നെ നേരിട്ട് പറയുന്നു, ഇനി UDF-മായി സഹകരിച്ച് മുന്നോട്ടില്ല എന്നുള്ളത്. കാരണം ഇവിടെ നേരത്തെ തന്നെ സമവായ ചർച്ചകൾ നടന്നെങ്കിൽ പോലും രാവിലെ അതിൽ തീരുമാനമുണ്ടായില്ല. കോൺഗ്രസും ലീഗും 2 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടി. 2ാം റൗണ്ടായപ്പോൾ ലീഗ് LDF-ന് വോട്ട് ചെയ്തു. ലീഗിന് 6 കൗൺസിലർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 5 പേർ LDF-ന് വോട്ട് ചെയ്തു, ഒരാൾ UDF-ന് തന്നെയാണ് വോട്ട് ചെയ്തത്. ഏതായാലും ഇതിന് ശേഷവും വലിയ വാക്തർക്കമായിരുന്നു പ്രവർത്തകർ തമ്മിലുണ്ടായത്. കാരണം ലീഗ് നേരത്തെ ഉന്നയിച്ചത് 6 മാസത്തേക്കെങ്കിലും ഈ ചെയർമാൻ സ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത് കോൺഗ്രസ് അംഗീകരിച്ചില്ല. ഈ പിടിവാശിയാണ് ഇത്തരത്തിൽ ഈ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും നഗരസഭ ഭരണം ലഭിക്കാതെ പോയത് എന്നുള്ളതാണ് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് കൃത്യമായ സമവാക്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ പിടിവാശികളാണ് സമവായത്തിലെത്താത്തതാണ് കാരണമെന്ന് പറയുന്നു. DCC പ്രസിഡന്റ് കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഈ ക്രോസ് വോട്ട് ചെയ്തവരെല്ലാം തന്നെ ചതിയൻ ചന്തുവിൻ്റെ ഏർപ്പാടാണ് ചെയ്തതെന്നുള്ള വിമർശനമൊക്കെ DCC പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ജില്ലയിലെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെയും മുന്നണി സമവാക്യങ്ങൾ, പ്രത്യേകിച്ച് UDF-നുള്ളിൽ ഇത് വലിയ ചർച്ചാ വിഷയമാകുമെന്നുള്ളത് ഉറപ്പാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയിൽ ഇപ്പോൾ നിലവിൽ ഭൂരിപക്ഷമില്ലായിരുന്നു. പക്ഷേ ലീഗിൻ്റെ പിന്തുണ കിട്ടി. വലിയ ഭൂരിപക്ഷത്തോടു കൂടി LDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി ജയിക്കുന്നു. സബീന ബിജുവാണ്, CPM എന്നുള്ള സബീന ബിജുവാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതായാലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തൊടുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. പക്ഷേ നഗരസഭാ ചെയർമാനെതിരെ കൈക്കൂലി കേസിൽ ആരോപണം വരുന്നു. അതിന് പിന്നാലെ രാജിവെക്കുന്നു. പിന്നീട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് UDF-നുള്ളിൽ വലിയ പ്രശ്നമുണ്ടായി. വീണ്ടും LDF-ന് ഭരണം കിട്ടുന്ന ഒരു സാഹചര്യമായാണ് നിലനിൽക്കുന്നത്. ഏതായാലും ജില്ലയിലെ UDF നേതൃത്വം ഈ സമവായ ചർച്ചകൾ, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഭിന്നിച്ചാണ് ഇരു വിഭാഗം പ്രവർത്തകരും നിൽക്കുന്നത്. ഹാഷ്മി, എബിൻ ജോസാണ് തൊടുപുഴയിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഭിന്നതയുണ്ട്. നേരത്തെ തന്നെയുള്ള ഭിന്നതയാണ്. അതെന്തായാലും അത് പരിഹരിക്കപ്പെടുന്നില്ല, കൂടുതൽ വ്യാപിക്കുകയും ചെയ്യുകയുമാണ്. നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകുന്നു. വയനാട് എന്താണ്, ഇന്നും ജനകീയ തെരച്ചിൽ അവിടെ തുടരുകയാണ്. കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നു. പക്ഷേ ഇനിയുള്ള വരും ദിവസങ്ങൾ ഉയരാൻ പോകുന്ന കാതലായ ചോദ്യം അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അതിജീവനം എങ്ങനെയാണ്, ജീവിതം എങ്ങനെയാണ് എന്നതാണ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. ചാലിയാർ തീരത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം മൃതദേഹങ്ങളുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പിനും തുടക്കമായി.
മണ്ണെടുത്ത മനുഷ്യർക്കായി തുടരുന്ന തിരച്ചിൽ. NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ. മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 5 കിലോമീറ്റർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ. വനമേഖലയായ പാണൻകായത്തിൽ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. ചാലിയാറിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി. മേഖലയിൽ തിരച്ചിൽ തുടരും. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തിരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തിരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി കിട്ടുന്നുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവരുടെ താത്കാലിക പുനരധിവാസത്തിനായി 283 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സന്നദ്ധത അറിയിച്ച ഉടമസ്ഥരുടെ 100ഓളം വീടുകളുമുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താത്കാലിക പുനരധിവാസം. ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന ഉടൻ പൂർത്തിയാകും. ദുരന്തബാധിതരുടെ ഉരുളെടുത്ത രേഖകൾ വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾക്കും തുടക്കമായി. 24 വയനാട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ രംഗത്ത് വരുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്ന് K മുരളീധരനും ആവശ്യപ്പെട്ടു. 400-ലധികം പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവശ്യപ്പെടുമ്പോൾ ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്നാണ് BJP നിലപാട്. ഇക്കാര്യത്തിൽ UPA സർക്കാരിന്റെ നിലപാടും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാപ്തിയും തീവ്രതയും അനുസരിച്ചായിരിക്കും ദുരന്ത സമയങ്ങളിലെ കേന്ദ്ര സഹായമെന്നും BJP വിശദീകരിക്കുന്നു. എന്നാൽ വയനാട് ദുരന്തത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും സമ്പൂർണ്ണ പാക്കേജ് നൽകണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ദേശീയ ദുരന്തമാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ഗവൺമെൻറ് എഴുതിയതാണ്. ഇത് രണ്ടും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്നും K മുരളീധരൻ. നിയമങ്ങൾ ഭേദഗതി ചെയ്യാനാണല്ലോ പാർലമെൻറ്റ് ചേരുന്നത്. ഇപ്പോൾ പല നിയമങ്ങളും കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപമാറ്റം വരുത്തണം. ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ നിലവിൽ എന്തെങ്കിലും അതിന് തടസ്സമുണ്ടെങ്കിൽ അത് നീക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. സഹായമെത്തിക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. 24 തിരുവനന്തപുരം. മുണ്ടക്കൈയിൽ ദുരന്തഭൂമിയിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ എത്തിക്കുന്നത് മേപ്പാടി ഹെൽത്ത് സെന്ററിലാണ്. അവിടെ കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിലാണ് ശ്രീജിത്തിനെയും അനീഷിനെയും കണ്ടത്. അവരുടെ വാക്കും പ്രവൃത്തിയും ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ തട്ടും. കൊച്ചിയിൽ നിന്ന് വയനാട്ടിലെ മേപ്പാടിയിലേക്ക് എത്ര ദൂരമുണ്ടാകും? മനസ്സുകൾ തമ്മിലാണെങ്കിൽ ഒട്ടും ദൂരമില്ലെന്ന് ഉറപ്പിച്ചു പറയാം. ദുരന്ത ഭൂമിയിൽ നിന്ന് എടുക്കുന്ന മൃതദേഹങ്ങൾ കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനെത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകർ മേപ്പാടി ഹെൽത്ത് സെന്ററിൽ കഴിഞ്ഞ 12 ദിവസമായി ഒരേ മനസ്സോടെയുണ്ട്. ആ കൂട്ടത്തിൽ കൊച്ചിക്കാരൻ അനീഷും മേപ്പാടിക്കാരൻ ശ്രീജിത്തും. സഹായം കൊടുത്തു മടങ്ങാനെത്തിയ അനീഷിനെ ഈ മണ്ണിൽ പിടിച്ചു നിർത്തിയ മനസ്സിറക്കത്തിന് എന്തു പേര് നൽകും? ഞങ്ങൾ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കുറച്ച് സാധനങ്ങളുമായിട്ട് വന്നത് 6 ദിവസം മുമ്പ് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറക്കിയിട്ട് പോകാമെന്ന് കരുതിയ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടത്. അപ്പോൾ അവസ്ഥ കണ്ടപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള ഒരാഗ്രഹത്തിൽ അങ്ങനെ ആദ്യത്തെ 2-3 ദിവസം ഇവിടെ ഒരു നിഷാദ് എന്ന് പറഞ്ഞ പുള്ളി വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു അസീസ് കല്ലുംപുറം എന്ന് പറഞ്ഞിട്ട് BARKയുടെ ഒരു പുള്ളിയുണ്ട്. പുള്ളി ഞാനൊക്കെ നമ്മളൊരു പരിചയമില്ല, ആരാണെന്നൊന്നും അറിയില്ല. പുള്ളിയുടെ വീട്ടിൽ 2-3 ദിവസം നിന്ന്. അപ്പോൾ പുള്ളിക്ക് ഇതേപോലെ കോയമ്പത്തൂർ പരിപാടി ഉണ്ടായപ്പോൾ പോയി. പിന്നെ നേരെ ഇവിടെ ഹോസ്പിറ്റലിലും താഴെ പറ്റിയവർക്കായിട്ടൊക്കെ പല സ്ഥലത്തായിട്ടൊക്കെയാണ് കിടക്കുന്നത്. ശ്രീജിത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ചൂരൽമലയിലും മുണ്ടക്കൈയിലും. കുതിച്ചു പാഞ്ഞെത്തുന്ന ആംബുലൻസുകളിലേക്ക് അവൻ കണ്ണുപായിക്കും, അറിയുന്നവരുണ്ടോ എന്ന്. ഇവിടെയാണ് താൻ നിൽക്കേണ്ടതെന്ന് സ്വയം ഉറപ്പിച്ച് ഹെൽത്ത് സെന്ററിലുണ്ട്. പരിചയക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരിൽ കുറെ പേര് മരണപ്പെട്ടു പോയി. പിന്നെ തിരിച്ചറിയാനും ഒന്നിനും പറ്റുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായതുകൊണ്ട് പരമാവധി സഹായിക്കാന്നുള്ളൊരു മുൻഗണന എടുത്തിട്ട് ഇറങ്ങിയതാണ് ഇതിലേക്ക്. ഇന്നിവർ കൂട്ടുകാരാണ്. പരസ്പരം താങ്ങാകുന്നു, വേദനകൾ പങ്കുവയ്ക്കുന്നു. പ്രായമോ മതമോ സ്ഥലമോ മടിയോ
ഒന്നും ആരെയും ബാധിക്കുന്നില്ല. മരിച്ചവർ, ജീവിച്ചിരിക്കുന്നവർ, ഇങ്ങനെ 2 കള്ളികൾ മാത്രം. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. രാജേന്ദ്രൻ വയലാച്ചോട് ചോദിക്കുന്നുണ്ട്, ആഷ്മി ബ്രോ വയനാട് അനുഭവങ്ങൾ മനസ്സിന് അനുഭവം നൽകി പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടാ, പറയാൻ പറ്റാത്തവരുള്ള ഭീകരമായ അനുഭവങ്ങളാണ്, വല്ലാത്ത അവസ്ഥയാണ്. പിന്നെ കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നൊക്കെയല്ലേ കവിവാക്യം. എനിക്ക് അവിടെ പോയ എല്ലാവർക്കും ജീവിതകാലത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപടി കറുത്ത അനുഭവങ്ങൾ എന്നൊക്കെ പറയാവൂ, ഒരുപടി വേദനാജനകമായ അനുഭവങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുപോലെ അനുഭവം നമ്മുടെ ശ്രീയത്തിനുണ്ട്. സമാനതകളില്ലാത്ത മനുഷ്യാവസ്ഥ അനുഭവങ്ങളുമാണ് കുറേ ദിവസങ്ങളായി വയനാട്ടിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന കുട്ടി ആരെന്നറിയാതെ ആശുപത്രി വരാന്തയിൽ കാവൽ നിന്ന അമ്മമാരാണ് ദീപയും ബിന്ദുവും. ചികിത്സയിലുള്ളത് തേടിയെത്തിയ കുഞ്ഞല്ല എന്ന് അറിഞ്ഞിട്ടും അവർ അവനെ ഒറ്റയ്ക്കാക്കി പോയില്ല. ഉള്ളു തൊടുന്ന മാനവികതയുടെ മറ്റൊരു അനുഭവത്തിലേക്കാണ്. നാട് മലയെടുത്തെന്ന് കേട്ടപ്പോൾ ദീപയും ബിന്ദുവും സഹോദരിയുടെ മകൾ സയനയെ വിളിച്ചു. ചൂരൽമല സ്കൂൾ റോഡിനടുത്ത് സയനയുടെയും അനീഷിന്റെയും വീട് അപ്പോഴേക്കും ഉരുളെടുത്തിരുന്നു. 3 മക്കളെയും അനീഷിന്റെ അമ്മയെയും കാണാതായി. പരുക്കേറ്റ സയനയുടെ ഭർത്താവ് അനീഷും ആശുപത്രിയിൽ. കാണാതായ 3 മക്കളിൽ 9 വയസ്സുകാരൻ അഭിനവിനെ പോലൊരു കുട്ടിയെ ജീവനോടെ കണ്ടെത്തിയെന്ന് സയനയുടെ സഹോദരൻ സൂരജിന് വിവരം ലഭിച്ചു. ഫസ്റ്റ് നോട്ടത്തിൽ എനിക്ക് കൊച്ചിനെ മനസ്സിലായില്ല. പിന്നെയും എല്ലാവർക്കും സംശയം നമ്മളെ കുട്ടിയാണോ. അപ്പൊ ഞാൻ ഒന്നും കൂടിയും പോയി നോക്കി. അപ്പൊ ചെക്കനെ കാലൊക്കെ ഇങ്ങനെ നോക്കി, ചേച്ചിന്റെ കാല് പോലെ തന്നെ. 2 കുട്ടീനും ബോഡി ലാംഗ്വേജ് സെയിമാ. പിന്നെ അവരുടെ ഫാമിലിയും നോക്കി, പിന്നെ സംശയം ഇങ്ങനെ നിൽക്കുക. ചെറിയമ്മമാരായ ദീപയും ബിന്ദുവും ആശുപത്രിയിലേക്ക്. വെന്റിലേറ്ററിൽ കഴിയുന്നത് അഭിനവാണെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇരുവരും കാവൽ നിന്നു. അകത്ത് കയറി കണ്ടപ്പോൾ മുഖമൊക്കെ വീങ്ങിണ്ട് സാറേ, തലയോടിന് പൊട്ടുണ്ട്, പിന്നെ കണ്ണ് സർജറി ചെയ്തിട്ടുണ്ട്, കൈ ഫുള്ള് പ്ലാസ്റ്ററാണ് മോന്റെ. അപ്പൊ നമുക്ക് ശരിക്കും എന്റെ കുട്ടി പോലെ തന്നെ അടുത്ത് പല്ല് 2 പേരുടെ ഏകദേശം സെയിം. അപ്പൊ ഞങ്ങൾക്ക് 3 കുട്ടികൾ സാറ്, 3 കുട്ടികൾ ഒരുപോലെ ഉണ്ടായിട്ട് ഒരു കുട്ടീനെ കിട്ടിയല്ലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. 4-ാം നാൾ നീരുവച്ച മുഖത്തെ കനമുള്ള കൺപോളകൾ അവൻ മെല്ലെ വിടർത്തി. നിവേദയെന്ന് വിളിച്ചു. കുഞ്ഞു പറഞ്ഞു നിവേദല്ല. അപ്പോ നമ്മളാ പ്രതീക്ഷയും പോയി. ഞങ്ങളുടെ 3 കുട്ടികളും നഷ്ടപ്പെട്ടു. അഭിനവിന്റെ സഹപാഠി അവ്യക്തായിരുന്നു അത്. ദുരന്തത്തിൽ അവ്യക്തിന് അച്ഛൻ മഹേഷിനെയും അനിയത്തിയെയും അച്ഛന്റെ മാതാപിതാക്കളെയും നഷ്ടമായി. അമ്മ രമ്യ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. ഒറ്റപ്പെട്ടുപോയ ആ കുഞ്ഞിനു വേണ്ടി ദീപയും ബിന്ദുവും വീണ്ടും കാവൽ നിന്നു. അവ്യക്തിന്റെ ബന്ധുക്കൾ എത്തും വരെ അമ്മമാരുടെ കരുതൽ. ദുരന്തം കൊണ്ടുപോയവരെ തിരിച്ചു കിട്ടിയില്ല. ഒരു കുഞ്ഞു ജീവനെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിക്കാൻ കഴിഞ്ഞെന്നാണ് മനസ്സിൽ ബാക്കിയാകുന്ന ആശ്വാസം. VS മനീഷിനും രാജേഷ് നെയ്യാറിനുമൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, ടീം 24 വയനാട്. അപ്പോൾ ചോദിച്ചില്ലേ എന്തൊക്കെയാണ് അനുഭവങ്ങൾ? ഇതുപോലെയുള്ള തീപ്പൊള്ളിലുള്ള അനുഭവങ്ങളാണ്. ഒരു കാലത്തും മറക്കാത്ത വണ്ണമുള്ള ഒരുപാട് അനുഭവങ്ങളാണ്. അത് നമ്മുടെ കാലത്തിൻ്റെ ഒരു ഗതികേടെന്നോ കാലത്തിൻ്റെ ഒരു സങ്കടമെന്നോ ഒക്കെ പറയാം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തയ്യൽ മെഷീൻ വേണമെന്ന ചൂരൽമല സ്വദേശി രമ്യയുടെ വാക്കുകൾ ഏറ്റെടുത്ത് സുമനസ്സുകൾ. 24 വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെ തയ്യൽ മെഷീൻ ഉടൻ നൽകാമെന്ന് അറിയിച്ച് നിരവധി ഫോൺ കോളുകളാണ് രമ്യയ്ക്ക് കിട്ടിയത്. ഇവിടുത്തെ HM സാറ് ഞങ്ങളോട് പറഞ്ഞാൽ ഇവിടെ സ്കൂളിൽ മെഷീൻ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമോയെന്ന് അറിയില്ല, നിങ്ങൾ ഒന്ന് എടുത്ത് തയ്ച്ചു നോക്കാം. ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിന് ഭയങ്കര സ്ട്രെയിൻ. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പാണ് മെഷീൻ. അത് കുറച്ച് ഓടും, പിന്നെ സ്റ്റക്കാവും, പിന്നെ നൂല് പൊട്ടുക, ബോബിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടി. ക്യാമ്പിൽ കഴിയുന്നവരെ സഹായിക്കാൻ മനസ്സുണ്ടായിട്ടും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ 24-ലൂടെ രമ്യ പറഞ്ഞു. കേരളം കേട്ടു, ഉടൻ സഹായ പ്രവാഹം. ഒരെണ്ണം ഞങ്ങളിവിടെ അമ്മ യൂസ് ചെയ്യുന്നതുണ്ടായിരുന്നു. അത് മോട്ടർ ഉള്ളതാ, വർക്കിംഗ് ഒക്കെ നല്ല വർക്കിംഗ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലൊന്നും പുതിയതും കൂടെ മേടിച്ചു തരാന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. മെറിറ്റ് മതി. മെറിറ്റിന്റെ 2 ഹൈ സ്പീഡ് മെഷീൻ. 24-നോടാണ് ഞങ്ങൾക്ക് കടപ്പാട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 2 മെഷീനിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്.
ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അതിന് പ്രത്യേകം നന്ദി. ഒരു 3 ടീം ഞങ്ങളുണ്ട്, അതിലേക്ക് കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു യൂണിറ്റ് പോലെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ആരെങ്കിലും ഞങ്ങളോട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ക്യാമ്പിൽ കഴിയുന്നവർക്ക് പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി വസ്ത്രങ്ങളാണ് സഹായമായി എത്തുന്നത്. അത് ഷെയ്പ്പ് ചെയ്ത് നൽകുകയാണ് ഇവർ. നിങ്ങൾക്കൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടെന്ന ഉറപ്പ് ചെറുതല്ലാത്ത ആശ്വാസമാണിവിടെ. വിപിൻ സി വിജയൻ, 24 വയനാട്. ശ്രീരാജ വേലക്കെട്ടി ചോദിക്കുന്നു, കവളപ്പാറ ഒക്കെ നടന്ന പോലെ വയനാട് മുണ്ടക്കൈ ആളുകളെ മറന്നുപോയി, ഇനി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നവരെ കൂടെ ഉണ്ടാകുമോ നിങ്ങൾ 24 എന്ന് ചോദിക്കുകയാണ്. എന്ത് തർക്കമുണ്ട് എന്ന് പറഞ്ഞാൽ കവളപ്പാറ ഒന്നും നടന്നില്ല എന്നുള്ളതല്ല, അവിടെ ചില പരിമിതികളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ പോരായ്മകളുണ്ടാകും. അതുകൂടി ചേർത്ത് ഇപ്പോൾ കവളപ്പാറയും പുത്തുമലയൊക്കെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ വിമർശനം എന്ന രീതിയിൽ എടുക്കാതെ നമ്മുടെ ഈ സമയത്ത് റീബിൽഡ് വയനാട് എന്ന വലിയ പദ്ധതിയുടെ കൂട്ടത്തിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്നതാണ് സർക്കാർ ഉറപ്പ്. നമ്മളെന്തായാലും ആ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ട്, അത് വിടുന്ന പ്രശ്നം എന്തായാലും ഇല്ല. അങ്ങനെ വിടാൻ പറ്റുമോ? എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന 24 ആപ്പിന് മികച്ച പ്രതികരണം. തുടക്കത്തിൽ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കാണ് 24 കണക്റ്റ് ആപ്പിൽ സംഭാവന അയക്കാനാവുക. ആപ്പ് സ്റ്റോറിൽ 24 കണക്റ്റ് ഉടനെത്തും. പ്ലേ സ്റ്റോറിലേക്ക് പോകാതെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നവർക്കും ഈ ആപ്പ് ലഭ്യമാകും. ആപ്പിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കൃഷ്ണ ചെറിയാൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. ഹലോ, നമസ്കാരം. എങ്ങനെയാണ് ഈ 24 കണക്റ്റിന്റെ ആപ്പ് നമ്മുടെ ഫോണിൽ കിട്ടുക, അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നൊക്കെ നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് അതിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. ഈ സെർച്ചിൽ നമ്മൾ 24 കണക്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 24ന്റെ ലോഗോ ഉള്ള ഈ 24 കണക്റ്റ് ആപ്പ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റോൾ. ഇനി ഈ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 24 കണക്റ്റിലേക്ക് ഒരു വെൽക്കം മെസ്സേജ് കിട്ടും. ഈ വെൽക്കം മെസ്സേജിൽ നിങ്ങളൊരു ഫോൺ നമ്പർ കൊടുക്കുന്നു. ആ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ആ ഫോണിലേക്ക് ഒരു OTP നിങ്ങൾക്ക് ലഭിക്കും, ഗെറ്റ് OTP. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു OTP വന്നു കഴിഞ്ഞു. ആ OTP ഞാനിവിടെ ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ആപ്പിൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അവിടേക്ക് നമ്മുടെ പേര് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. തിരിച്ചറിയൽ രേഖയായി ഒരു ഡോക്യുമെന്റ്, അതിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ്, ഇതിലേതെങ്കിലും ഒരു രേഖയുടെ കോപ്പി നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ പാൻ കാർഡ് കൊടുത്തത് കൊണ്ട് തന്നെ എന്നോട് പാൻ കാർഡിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാൻ കാർഡിന്റെ നമ്പർ ഫില്ല് ചെയ്യുന്നു. അടുത്തതായി രജിസ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ആപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ കരളുറച്ച് കൈകൾ കോർത്ത് എന്ന് പറയുന്ന ആ കാർഡിൽ നമ്മൾ തൊടുമ്പോൾ നമ്മൾ പോകുന്നത് പേയ്മെന്റ് ഓപ്ഷനിലേക്കാണ്. ചെറുതോ വലുതോ ആയ ഏത് തുക വേണമെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് 500 കൊടുക്കാവുന്നവർ 500 എന്ന് സെലക്ട് ചെയ്യുക, 1000 കൊടുക്കാവുന്നവർ 1000 എന്ന് സെലക്ട് ചെയ്യുക, 2000 കൊടുക്കാവുന്നവർ 2000 എന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഇതിലും കുറവ് തുകയാണ് അല്ലെങ്കിൽ ഇതിലും വലിയ ഉയർന്ന ഒരു തുകയാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ആ തുക നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഞാൻ 500 സെലക്ട് ചെയ്യുകയാണ്. 500 ഇവിടെ എൻ്ററായി. കോൺട്രിബ്യൂട്ട് നൗ. അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് 500. ഇനി നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ കൊടുക്കുക, നമ്പർ, പ്രൊസീഡ്. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നിരവധി ഓപ്ഷൻസ് വരും. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ GPay ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ GPayയിലേക്ക് ഡയറക്റ്റായിട്ട് ഇത് പോകുന്നു. 500 രൂപ ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യുന്നു. പേയ്മെന്റ് സക്സസ്ഫുൾ. നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിലിൽ കിട്ടും. എങ്ങനെ പണം അയക്കണമെന്ന് ഇനിയും നിങ്ങൾക്ക് സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8111991453 എന്ന നമ്പറിലോ 24connect@24news.com എന്ന ഇമെയിൽ വിലാസത്തിലോ നിങ്ങളുടെ സംശയങ്ങൾ അയക്കാം. ഈ നമ്പറിൽ വാട്സപ്പും ലഭ്യമാണ്. ഇപ്പോൾ 24 കണക്റ്റിലേക്ക് എങ്ങനെ സംഭാവനകൾ അയക്കണമെന്ന് വ്യക്തമായില്ലേ? ഈ സംഭാവനകൾക്ക് ആദായ നികുതി നിയമത്തിലെ 80G വകുപ്പ് പ്രകാരം ഇളവിനുള്ള അർഹതയുമുണ്ട്. അപ്പോൾ കൈകോർക്കുകയല്ലേ, എൻ്റെ കുടുംബം വയനാടിനൊപ്പം. അപ്പോൾ അതാണ് അവരുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്. അപ്പോൾ ചെറുതോ വലുതോ നമ്മുടെ കഴിവിന്, നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചുള്ള എന്ത് തുകയും അതിലേക്ക് ഇടുക, അവർക്കൊപ്പം നിൽക്കുക. ഇതാ ഇവിടെ അബൂബക്കർ ഇബ്രാഹിം പറയുന്നു, ലോകത്ത് ഇതിൽ കൂടുതൽ വേദന ഉണ്ടാകുമ്പോൾ 3 മക്കളും പോയി എന്നൊരമ്മ പറയുക. ഇത് ഒറ്റപ്പെട്ട അനുഭവമാണെന്ന് കരുതരുത്. നമ്മളോടൊപ്പം നമ്മൾ കാണുന്ന 100 അനുഭവങ്ങൾ ഒന്നും മാത്രമാണ് അനുഭവം. ഇതിനേക്കാൾ കൂടുതൽ തീക്ഷ്ണമായ തീവ്രമായ ഒരുപാട് അനുഭവങ്ങളുടെ ഒരു സഞ്ചയഭൂമി കൂടിയാണ് ഇപ്പോൾ ആ ദുരന്തഭൂമി.
അവിടെ മാത്രമല്ല, നമ്മൾ അന്ന് ഈ വയനാടിൻ്റെ വലിയ ആളപായത്തിൽ അല്ലെങ്കിൽ 400-ലധികം മരണം എന്ന വാർത്തയിൽ ഈ വിലങ്ങാട് വേണ്ടതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കോഴിക്കോട് വിലങ്ങാടും വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. ആ പ്രദേശത്ത് വിദഗ്ധരെത്തി പരിശോധന നടത്തി. 4-അംഗ സംഘമാണ് അവിടെ എത്തിയത്. ഉരുൾപൊട്ടലുണ്ടായ അടച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോം മേഖലകളാണ് സന്ദർശിക്കുക. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. സമീർ, ആളപായമുണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഒരാളാണ് മരിച്ചത്. അന്ന് രക്ഷാദൗത്യത്തിന് ഇറങ്ങിയൊരു റിട്ടയർഡ് അധ്യാപകൻ. പക്ഷെ ഒരുപാട് വീടുകൾ, ഒരുപാട് കൃഷിസ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ വലിയ നാശം ഉണ്ടായ സ്ഥലമാണ്. ഒരു കൃത്യമായ കണക്കെടുപ്പ് നടക്കുകയാണോ ഇപ്പോൾ? വിലങ്ങാടിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഒരുപക്ഷെ വയനാടിൻ്റെ അത്രയും ഭീകരം അല്ലെങ്കിൽ വയനാടിനോളം പോന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇവിടെ നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടാവുകയും ആളുകൾ കാര്യമായി തന്നെ ഒഴിഞ്ഞു പോവുകയും ചെയ്തതുകൊണ്ടാണ് ഒരു വലിയ ആളപായത്തിലേക്ക് എത്താതിരുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും ഒരാൾ മരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വീടുകൾ വാസയോഗ്യ അല്ലാതായി, ഒരുപാട് വീടുകൾ ഇല്ലാതായി, ഒരുപാട് കൃഷിസ്ഥലങ്ങൾ നഷ്ടമായി, വാഹനങ്ങൾ. ഒരു കൃത്യമായ കണക്കെടുപ്പ് നടക്കുകയാണോ സമീർ? മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. കോഴിക്കോട് വിലങ്ങാടാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് വിദഗ്ധരെത്തിയ. ഒരേ സമയത്ത് നിരവധി ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. വിലങ്ങാട് വിറങ്ങലിച്ചു പോയ സംഭവം, ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. 14 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയ ഒരു ഘട്ടമുണ്ടായി. അതുപോലെ തന്നെ 112 വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോവുകയും മറ്റു തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. KSEB, അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയിട്ടുള്ള വിവിധ വകുപ്പുകൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മേഖലയിലേക്കാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു പരിശോധനയുടെ ഉദ്ദേശം ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ എത്രമാത്രം ജനങ്ങളെ താമസിപ്പിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ്. ഇപ്പോൾ വീടുകൾ നഷ്ടമായവർ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം തന്നെ ഉണ്ട്. ഇവരെ ഇവിടെ ഇനി പുനരധിവസിപ്പിച്ചാൽ അവിടെ ജനവാസം എത്രമാത്രം പ്രായോഗികമാകും എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. ഈ പരിശോധന പൂർത്തീകരിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ഇതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. 100 ഉത്ഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഉരുൾപൊട്ടലിൻ്റെ 100 ഉത്ഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ആഘാതം എത്രമാത്രമാണ് എന്നുള്ളത്, അതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായിട്ടുള്ള ഈ പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക. ഒരു സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് ഇവിടേക്ക് ആവശ്യമായി വരുന്നത്. പ്രധാനമായും ഒരു ടൗൺഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു പുനരധിവാസം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിദഗ്ധ സംഘം ഇവിടെ എത്തിക്കൊണ്ട് പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് വിവിധ വകുപ്പുകളിലെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പരിശോധനകളും നടന്നു വരികയാണ്. വിലങ്ങോട്ടും ഗുരുതരമായ സ്ഥിതിഗതികളാണ്. ആളപായം ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് അവിടെ ഉണ്ടായ മഹാഭാഗ്യം. ഇവിടെ തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ CPM പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കം എന്നൊരു വാർത്ത വരുന്നുണ്ട്. നഗരസഭയ്ക്കുള്ളിലേക്ക് കയറിയ CPM പ്രവർത്തകരെ പോലീസ് തടഞ്ഞതാണ് കാരണം. നേതാക്കളെത്തി പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു തോന്നുന്നു. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നഭരിത മേഖലയെ തന്നെ തുടരുകയാണ് ആ മേഖല. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുമെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് ദൗത്യത്തിന് വെല്ലുവിളിയാണ്. കർണാടക സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും DK ശിവകുമാർ പറഞ്ഞു. റോഡിൽ ട്രാക്ടർ പാർക്ക് ചെയ്ത് സമരം നടത്തുന്നതിനെതിരെ സുപ്രീംകോടതി. ദേശീയപാതയിലെ ഓരോ വരി വീതം അടിയന്തരമായി തുറക്കണമെന്ന് നിർദ്ദേശം. ശംഭു അതിർത്തി ഭാഗികമായെങ്കിലും തുറക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവ്. ആലപ്പുഴ തകഴി കുന്നുമയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചു. മരിച്ച നിലയിലാണ് തനിക്ക് കുഞ്ഞിനെ കിട്ടിയതെന്നാണ് മാതാവിന്റെ ആൺസുഹൃത്ത് പോലീസിനോട് പറഞ്ഞത്. INTUCയിൽ വിമത നീക്കം. സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ രാജി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം കൊച്ചിയിൽ പ്രത്യേക യോഗം ചേർന്നു. R ചന്ദ്രശേഖരൻ ഏകാധിപത്യ മനോഭാവമാണെന്ന് ദേശീയ സെക്രട്ടറി KP ഹരിദാസ്. പത്തനംതിട്ട വാര്യാപുരത്ത് വാഹനമിടിച്ച് കാട്ടുപന്നി ചത്തു. പഞ്ചായത്ത് അധികൃതർ ജഡം സംസ്കരിച്ചു. ഇടിച്ച വാഹനം തിരിച്ചറിഞ്ഞിട്ടില്ല. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി യോഗേഷ് ഗുപ്ത ചുമതലയേറ്റു. പുതിയ നിയമനം മുൻ ഡയറക്ടർ TK വിനോദ് കുമാർ സ്വയം വിരമിച്ച പശ്ചാത്തലത്തിൽ. തിരുവനന്തപുരത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. ജില്ലയിൽ ഒരാൾ കൂടി രോഗം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിയ യുവതിക്കാണ് രോഗബാധ. നിലവിൽ 8 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്.
നെയ്യാറ്റിൻകര കണ്ണറവിളയിലും പേരൂർക്കടയിലും രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു സ്ഥലത്തുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തുന്നത്. നാവായിക്കുളം സ്വദേശി 24 വയസ്സുള്ള യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ ഇവർക്ക് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളില്ല. ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ സ്രവ പരിശോധനാ ഫലം ലഭിച്ചത്. വീടിന് സമീപത്തെ തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞു. യുവതി ഉൾപ്പെടെ 8 പേർ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 6 പേർ കണ്ണറവിള സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ്. കാവിൻകുളത്തിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് കണ്ണറവിളയിൽ രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ടെങ്കിലും പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വകുപ്പിന് വ്യക്തതയില്ല. 24 തിരുവനന്തപുരം. വരുന്നൊരു കാലാവസ്ഥാ മുന്നറിയിപ്പ്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം എന്നുള്ളതാണ്. ഈ മാസം 16 വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതിനാലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. സെബി മേധാവി മാധബി ബുച്ചിനെതിരായ ആരോപണങ്ങൾ കടുപ്പിച്ച് ഹിൻഡൻബർഗ്. ഇന്ത്യയിലും പുറത്തുമുള്ള മാധബിയുടെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടാനാണ് വെല്ലുവിളി. സെബി അധ്യക്ഷയ്ക്കെതിരെയുള്ളത് ഗുരുതരമായ ആരോപണമാണെന്നും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവർത്തിക്കുന്നു. സിംഗപ്പൂരിൽ കഴിയുന്ന സ്വകാര്യ വ്യക്തികൾ എന്ന നിലയിലാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും വാദം. ഈ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്താണ് ഹിൻഡൻബർഗിന്റെ വെല്ലുവിളി. വിനോദദാനിയുടെ പണത്തിനൊപ്പം ബർമുഡ, മൗറീഷ്യസ് ഫണ്ട് ഘടനയിലെ നിക്ഷേപത്തെപ്പറ്റി പരസ്യമായി സ്ഥിരീകരിക്കുന്നതാണ് മാധവിയുടെ പ്രതികരണമെന്നാണ് ഹിൻഡൻബർഗ് നിലപാട്. സെബിയുടെ മുഴുവൻ സമയ അംഗമായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഭർത്താവിന്റെ പേരിൽ ബിസിനസ് ചെയ്യാൻ മാധവി സ്വകാര്യ ഇമെയിലുകൾ ഉപയോഗിച്ചു. സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടേതടക്കം ഉപഭോക്താക്കളുടെ മുഴുവൻ പട്ടികയും ഇടപാടുകളുടെ വിശദാംശങ്ങളും പരസ്യമാക്കാൻ സാധിക്കുമോ എന്നാണ് ഹിൻഡൻബർഗ് ചോദ്യം. പൊതുവായതും സുതാര്യമായതുമായ അന്വേഷണത്തിനും മാധവി ബുച്ചിൻ തയ്യാറാകണമെന്നും ഹിൻഡൻബർഗ് നിർദ്ദേശിക്കുന്നു. സെബി അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴും അവർ തുടരുന്നത് അവിശ്വസനീയമാണെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ട സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനത്തിന്റെ സുതാര്യമായ പ്രവർത്തനത്തെക്കുറിച്ച് ഗൗരവകരമായ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ. മറുനാടൻ നിക്ഷേപവും ഇടപാടുകളും കടലാസ് കമ്പനികളും ഒരേപോലെ സങ്കീർണവും ദുരൂഹവുമാണെന്ന് വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു. മാധവി ബുച്ചിന്റെ വ്യക്തി താൽപര്യങ്ങളും സെബിയുടെ അധ്യക്ഷയെന്ന നിലയിലുള്ള നിയന്ത്രണ ചുമതലയും പൊരുത്തപ്പെടുന്നതല്ല എന്ന ആരോപണം കേന്ദ്ര സർക്കാരിനും വലിയ വെല്ലുവിളിയാണ് സമ്മാനിക്കുന്നത്. വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ചില സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും പൊതുതാൽപര്യ ഹർജി നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചു. മരിച്ച നിലയിലാണ് തനിക്ക് കുഞ്ഞിനെ കിട്ടിയത് എന്നാണ് മാതാവിന്റെ ആൺസുഹൃത്ത് പോലീസിനോട് പറഞ്ഞത്. ഇയാളാണ് കുട്ടിയെ കുഴിച്ചിട്ടത്. പ്രസവശേഷം സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് യുവതിയും മൊഴി നൽകിയിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. ശ്യാം, ഇതിൽ കൂടുതൽ സങ്കീർണത പോലീസ് സംശയിക്കുന്നുണ്ടോ? കൂടുതൽ ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ടോ? ഹാഷ്മി, നിലവിൽ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സർജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മരണകാരണം എന്തായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ, അത് പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമിക സൂചനകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു മാറ്റമുണ്ടായിരിക്കുന്നത് കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായിരിക്കുന്നു. അത് യുവതിയുടെയും ആ യുവാവിൻ്റെയും ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ തന്നെ ഇവിടെ ആ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ യുവതിയുടെ പഞ്ചായത്തിലെ മെമ്പർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ തയ്യാറായി കിട്ടുന്നതിലെ താമസമാണ്. അതിനുശേഷം ആലപ്പുഴയിലെ വലിയ ചുടുകാട് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ യുവതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആശുപത്രിയിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. ആ യുവതിയുടെ കാമുകനെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരമാണ് അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ അല്പസമയത്തിനകം അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാനുള്ളത്. ഓക്കെ, എസ് ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് കുടുംബം ആരോപിക്കുകയാണ്. ജില്ലാ കളക്ടറും ഭരണകൂടവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ 24നോട് പറഞ്ഞു. തെരച്ചിലുമായി ബന്ധപ്പെട്ട ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുമുണ്ട്.
കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലും തിരച്ചിൽ പുനരാരംഭിക്കാത്തതിലാണ് കുടുംബത്തിന്റെ ആശങ്ക. കർണാടക ചീഫ് സെക്രട്ടറി പറഞ്ഞതുപ്രകാരം മഞ്ചേശ്വരം MLA AK അഷ്റഫ് അറിയിച്ചത് ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് 4.5 നോട്ട്സ് എന്നാണ്. 4 നോട്ട്സ് ആയാൽ തിരച്ചിൽ നടത്താമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായാണ് നിലവിലെ നിലപാടെന്നും കുടുംബം പറയുന്നു. പരസ്പര ബന്ധമില്ലാത്തൊരു കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം AK അഷ്റഫ് MLA കിട്ടിയ ഇൻഫർമേഷൻ 4.5 എന്നാണ് അവർ ഇൻഫോം ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് പറയുന്നത് അത് 5.4 എന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇന്ന് ജില്ലാ ഭരണകൂടം അവലോകന യോഗം ചേരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒടുവിൽ അതും ഒഴിവാക്കി. ഈശ്വർ മാൽപേ തിരച്ചിലിന് സന്നദ്ധത അറിയിച്ചെങ്കിലും അനുമതിയും നൽകിയിട്ടുമില്ല. വിഷയത്തിൽ കേരള സർക്കാരിലും നേതാക്കളിലും സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് കർണാടക സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാകും കർണാടക ഹൈക്കോടതി കേസ് പരിഗണിക്കുക. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറയുന്നത്. പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് ദൗത്യത്തിന് വെല്ലുവിളിയാണ്. സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും DK ശിവകുമാർ പറഞ്ഞു. See, we have done our best. You know, our parliament member also came. Your local, our parliament member, our friend also had come there. They know the problem. It is a very dangerous place. We wanted to protect. We wanted to this one. So even the military or even the even Raghavan had a meeting with a lot of our officials also. We are trying to trace it. There is 1 kilometer of water. You should know that the river of water. It has just washed away. It is very difficult, but still we have hopes that we are continuing with our efforts. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ല. അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തു. പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് നിലപാടെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്. എന്നാൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യ പ്രചാരണമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ ഡാമിന്റെ സുരക്ഷ വിലയിരുത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല. വിനയപരസ്പരം അപേക്ഷിക്കുന്നു, കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഏത് കാര്യങ്ങളോട് നമുക്ക് യോജിക്കാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. ഡാമിലെ ജലനിരപ്പ് ഉൾപ്പെടെ ദിവസേന പരിശോധിക്കുന്നുണ്ട്. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും ഗൌരവത്തോടെ എടുക്കേണ്ട വിഷയമാണെന്നും ജോസ് കെ മാണി. വ്യക്തമായ നിലപാട് കേരള സംസ്ഥാനത്തിന്റെ പുതിയ ഡാം വേണം എന്ന് തന്നെയാണ്. അവിടെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം മറ്റൊന്നുമല്ല, വെള്ളം തമിഴ്നാടിന്, സുരക്ഷിത അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ആ മേഖലയിലുള്ള ജനങ്ങൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് കൊടുത്തിരിക്കുകയാണ്. 24 ഇടുക്കി. വൈമുണ്ടൊക്കെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒരുപാട് പേർ അത്തരത്തിൽ ആശങ്കപ്പെടുകയാണ്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് മന്ത്രി പറയുകയും ചെയ്യുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ സർക്കാർ മുന്നോട്ട് പോകട്ടെ. രോഹിണി മനോജ് പറയുന്നു, ആഷ്മി ആദ്യമൊക്കെ TV-ക്ക് മുന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. വയനാട് ദുരന്തം നടന്നതിന് ശേഷം അതിന് കഴിയുന്നില്ല. ഭക്ഷണം തൊണ്ടയിലിരിക്കുന്നു. അത്രയ്ക്ക് വേദന തോന്നുന്ന ഓരോ സ്റ്റോറിയാണ് കാണുന്നത്. സങ്കടം എന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ നമ്മൾ കാണുകയാണ്. അതൊക്കെ നമുക്കൊക്കെ മനുഷ്യരായി പിറന്ന ആർക്കും താങ്ങാൻ കഴിയുന്നതല്ല. പക്ഷേ അത് സഹിച്ചേ മതിയാവുകയുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോവുക എന്നതാണല്ലോ പ്രധാനം. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ദേശീയതലത്തിൽ പണിമുടക്ക്. ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ അടിയന്തര സേവനങ്ങൾ ഒഴിച്ചുള്ളവ തടസ്സപ്പെട്ടു. RG കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് രാജിവെച്ചു. വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഉത്തരവാദികളായവരെ അതിവേഗം ശിക്ഷിക്കണം, ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കണം എന്നീ ആവശ്യങ്ങളുമായാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ രാജ്യവ്യാപക പണിമുടക്ക്. കൊൽക്കത്തയിൽ കഴിഞ്ഞ 3 ദിവസമായി പ്രതിഷേധം തുടരുകയാണ്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ജമ്മു കശ്മീർ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാർ ഇന്നു മുതൽ സമരരംഗത്തിറങ്ങി. ഡൽഹിയിൽ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ തടസ്സപ്പെട്ടു. ഒരു പേടിയില്ലാതെ വുമൺസ് മാത്രമല്ല, ഈവൻ ആണുങ്ങൾക്ക് നേരെയാണെങ്കിൽ അറ്റാക്ക് ഉണ്ട്. ഈവൻ കേരളത്തിലും ഒരു പെൺകുട്ടിക്ക് നേരെ അറ്റാക്ക് ഉണ്ടായത് നമുക്ക് ഓർമ്മയുള്ളതാണ്.
അതേപോലെ ഒരു അറ്റാക്ക് കൂടെ ഇനി ഇല്ലാതിരിക്കാൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫെയിലിയറിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സമരം. നാഷണൽ വൈഡ് ആയിട്ട് അനിശ്ചിതകാലമായിട്ട് പോകാനാണ് തീരുമാനം. ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ താല്പര്യം. അതേസമയം ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് രാജിവെച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കപ്പെടുന്നുവെന്നും മരിച്ച വിദ്യാർത്ഥി സ്വന്തം മകളെ പോലെയെന്നും സന്ദീപ് ഘോഷ്. കേസിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ 4 റെസിഡന്റ് ഡോക്ടർമാരെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. കുറ്റകൃത്യം നടന്ന സമയത്ത് മെഡിക്കൽ കോളേജിന്റെ 4ാം നിലയിലുണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങളിൽ കണ്ട 4 പേരെയാണ് ചോദ്യം ചെയ്യുക. കേസിൽ റിമാൻഡിലുള്ള പ്രതി സഞ്ജയ് റോയിയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചു. 24 ഡൽഹി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങളുണ്ടായ ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമവുമായി ഇടക്കാല സർക്കാർ. ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് ന്യൂനപക്ഷ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തും. ജനകീയ പ്രക്ഷോഭത്തിന്റെ മറവിൽ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങളിൽ നിരാശ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്താൻ മുഹമ്മദ് യൂനുസ് തീരുമാനിച്ചത്. നിന്ദ്യമായ അതിക്രമങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു യൂനുസിന്റെ പ്രതികരണം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ നിയന്ത്രിക്കാൻ ഇടപെടണമെന്ന് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളോട് മുഹമ്മദ് യൂനുസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഞായറാഴ്ച ഹിന്ദു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അതിക്രമങ്ങൾക്കെതിരെ ധാക്കയിൽ പ്രകടനം നടന്നിരുന്നു. അതേസമയം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് കൃത്യനിർവഹണത്തിൽ നിന്ന് മാറിനിന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നു മുതൽ ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിക്കും. ആഭ്യന്തര മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കാൻ പോലീസ് സംഘടന തീരുമാനിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സമരം പ്രഖ്യാപിച്ചത്. റിസർച്ച് ഡെസ്ക് 24. ഫൈസൽ പി വയനാട് ചോദിക്കുകയാണ്, ഹാഷ്മി എപ്പോഴാണ് വയനാട്ടിലേക്ക് വരണം? ഉടനെ തന്നെ വരണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തം. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരണം 14ആയി. ഓറഞ്ച് അലർട്ട് തുടരുന്ന ഹിമാചൽ പ്രദേശിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് നിരവധി റോഡുകൾ അടച്ചു. ഡൽഹിയിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 2 ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശമനമില്ല. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. ജയ്പൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജയ്സാൽമറിൽ കനത്ത മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ വെള്ളം കയറി. പഞ്ചാബിലും ഹരിയാനയിലും മഴക്കെടുതി രൂക്ഷമാണ്. ഹിമാചൽ പ്രദേശിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് 280ഓളം റോഡുകൾ അടച്ചു. 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത ഒരാഴ്ചത്തേക്ക് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബംഗളൂരു നഗരത്തിൽ മഴ കനത്തതോടെ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായി. ചിക്പേട്ട് മെട്രോ സ്റ്റേഷന് മുൻപിൽ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഔട്ടർ റിംഗ് റോഡ്, ഹൈബാൾ ഫ്ലൈ ഓവർ, മജസ്റ്റിക്, മല്ലേശ്വരം, കോർപ്പറേഷൻ സർക്കിൾ, ടൗൺ ഹാൾ എന്നിവിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. 24 ഡൽഹി. ബീഹാർ ജഹാനാബാദ് സിദ്ധനാഥ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം. 35ഓളം പേർക്കാണ് പരിക്ക്. മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ബീഹാർ ജഹാനാബാദ് സിദ്ധനാഥ ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. പ്രത്യേക പൂജ നടക്കുന്ന സമയത്ത് തിരക്ക് അനിയന്ത്രിതമാവുകയായിരുന്നു. അപകടത്തിൽ 7 പേർ മരിച്ചു. 35ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജില്ലാ മജിസ്ട്രേറ്റും പോലീസ് സൂപ്രണ്ടും സംഭവസ്ഥലം സന്ദർശിച്ചു. സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ജഹാനാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് അലങ്കൃത പാണ്ഡെ അറിയിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം നൽകും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 ഡൽഹി. ഉരുൾപൊട്ടൽ ഭീതിയിൽ പാലക്കാട് ഒറ്റപ്പാലം വരോട് നിവാസികൾ. പ്രദേശത്തെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനത്തിലാണ് നാട്ടുകാരുടെ പേടി. മതിയായ അനുമതികളില്ലാതെയാണ് ക്വാറിയുടെ പ്രവർത്തനമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അനങ്ങന്മല പൊട്ടിത്തുടങ്ങി, ഞങ്ങൾ മരിക്കും, പ്രദേശവാസികൾക്ക് അഡ്വാൻസ്ഡ് ആദരാഞ്ജലികൾ. പ്രദേശത്ത് ഇങ്ങനെയൊരു ബോർഡ് വെക്കാൻ കാരണം കഴിഞ്ഞ കുറേ അധികം നാളുകളായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്വാറി മൂലമാണ്. വലിയ അപകട മുനമ്പിലാണ് പ്രദേശവാസികൾ ഇപ്പോൾ കഴിയുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അനങ്ങന്മലയ്ക്ക് താഴെ വരോട് മേഖലയിൽ ജീവിക്കുന്നത്. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ക്വാറി കൂടി സജീവമായതോടെ രാത്രിയിൽ ഉറങ്ങാൻ പോലും ആകുന്നില്ലെന്ന് നാട്ടുകാർ. ഇവിടെ ഒറ്റപ്പാലം താലൂക്കിൽ ഇവിടെ ഞാൻ അറിയാൻ ഒരു അധികാരികളൊന്നും അറിയാത്തവരില്ല, അറിയിക്കാത്തവരില്ല, വന്ന് കണ്ട് സാക്ഷ്യപ്പെടുത്താത്തവരില്ല.
ഇവരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അതോ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണോ നമുക്ക് സംശയങ്ങൾ. ഞാൻ ഈ കോറി നടത്തിന് നേരെ താഴെ താമസിക്കുന്നത്. 2018 മുതൽ ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങണില്ല. മതിയായ പാരിസ്ഥിതിക അനുമതികളോടെ എല്ലാ ക്വാറിയുടെ പ്രവർത്തനമെന്നാണ് ആക്ഷേപം. അവിടെ പൊട്ടുന്ന സമയത്ത് നമ്മളെ വീടാണിത്. ഇവിടെ ജനലുകൾ ഇങ്ങനെ ഇത് ചെയ്യും. നല്ല മറ്റേ ഒരു പറയൽ വരും. നല്ല കാഠിന്യമായ പൊട്ടലാണ് പൊട്ടുന്നത്. പിന്നെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. നമ്മൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കണു. 10 ലോഡ് കല്ലിന് എടുക്കാൻ ഓർഡർ കൊടുക്കാൻ 300 ലോഡ് കല്ല് ഇറങ്ങി പോകണു. ആരും ചോദിക്കാനുമില്ല, അവിടെ പോയി അന്വേഷിക്കാനില്ല, പറയാനുമില്ല. മരിക്കും മുമ്പേ പ്രദേശവാസികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ക്വാറിക്ക് അനുമതി നൽകിയവരുള്ള പ്രതിഷേധം അറിയിക്കുകയാണിവർ. ആ കാണുന്ന ക്വാറിയിൽ വലിയ വലിയ പൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഈ താഴെയുള്ള മനുഷ്യരുടെ നെഞ്ചിൽ ആദിയാണ്. ക്വാറിയുടെ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കാതെ തങ്ങൾക്ക് സ്വൈര്യ ജീവിതം സാധ്യമാകില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശ്യാംബാലുവിനൊപ്പം ഒറ്റപ്പാലത്തുനിന്ന് നിഖിൽ പ്രമേഷ്, 24. ഇക്കാലത്ത് ആശങ്ക, ഉരുൾപൊട്ടലിൻ്റെയും കൂട്ടമരണങ്ങളുടെയും ഒക്കെ കാലത്ത് ആശങ്ക സ്വാഭാവികമാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. എറണാകുളം കറുകുറ്റിയിലും സമാനമായ പ്രശ്നമുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ ഒരു നാടിനാകെ ഭീഷണിയാകുന്നു കരിങ്കൽ ക്വാറി. പാലശ്ശേരി കോട്ടത്തണ്ട് മലയിൽ തുടങ്ങാനിരിക്കുന്ന ക്വാറി ബാധിക്കുക 100-ലേറെ കുടുംബങ്ങളെയും സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങളെയുമാണ്. കരിങ്കൽ ക്വാറിക്ക് ലൈസൻസ് അനുവദിച്ചതിനെതിരെ ജനകീയ സമിതി രൂപീകരിച്ച് പ്രദേശവാസികൾ സമരത്തിനിറങ്ങിയിട്ടുണ്ട്. കറുകുറ്റി പഞ്ചായത്തിലെ പാലശ്ശേരിയിൽ ഏതാണ്ട് 100-ലേറെ കുടുംബങ്ങളുടെ തലയ്ക്കു മുകളിൽ വലിയ ഒരു അത്യാപത്തുണ്ട്. മുന്നും പിന്നും നോക്കാതെ കറുകുറ്റി പഞ്ചായത്ത് ആ അത്യാപത്തിന് യെസ് മൂളിയിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ കാണാം. കറുകുറ്റി 8-ാം വാർഡിൽ പാലശ്ശേരിക്കും അമ്പലത്തുരുത്ത് പ്രദേശത്തിനും ഇടയിലാണ് കോട്ടത്തണ്ട് മല. ഇവിടെയാണ് ഒരു നാടിനെ ഒന്നാകെ ഭീതിയിലാഴ്ത്തി കരിങ്കൽ ക്വാറി വരുന്നത്. ഭീമാകാരമായ ഉരുളൻ കല്ലുകളും ഇളക്കം തട്ടിയ മണ്ണുമുള്ള ചരിഞ്ഞ പ്രദേശമാണിത്. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാറുള്ളതായി പ്രദേശവാസികളും പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാകെ തളർന്നു ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് രാത്രി പോലും കിടന്നുറങ്ങാൻ പേടി ആവുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പാറമട ഞങ്ങൾക്ക് ഇവിടെ വേണ്ടേ വേണ്ട. ഞങ്ങൾക്കൊരു പുനരധിവാസമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇനിയൊരു വയനാടൻ ദുരന്തം ഞങ്ങൾക്ക് പാടില്ല. അതുകൊണ്ട് ഇതിവിടെ വരാൻ പാടില്ല. ഞങ്ങൾക്കതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം. അത് ഞങ്ങളുടെ വിനീതമായ ഒരു അപേക്ഷയാണ്. ഇക്കാണുന്ന മലയടിവാരത്തിന് താഴെ ലക്ഷം വീടും അതിനടുത്തായി ഒട്ടനേകം ജനവാസ മേഖലയും ഒപ്പം ഒരു സ്കൂള്, ഒരു ആശുപത്രി അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്വാറി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചാൽ അവരുടെ എല്ലാം ജീവനും സ്വത്തിനും വലിയ ഭീഷണിയാകും എന്നാണ് നാട്ടുകാർ, പ്രദേശവാസികൾ ആരോപിക്കുന്നത്. 40 കുടുംബങ്ങൾ അധിവസിക്കുന്ന ലക്ഷം വീട് ഉൾപ്പെടെ 100 കണക്കിന് വീടുകളും പാലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹൈസ്കൂൾ, പള്ളി, അമ്പലം, സഹകരണ ബാങ്ക് എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങളും ഈ മലയടിവാരത്തുണ്ട്. കിടക്കാൻ തൂക്കായിരിക്കുന്ന സാധനമാണ്. ഇതിനോട് ഒരു ചെറിയ അനക്കം തട്ടിയ ഈ ഭീമാകാരമായ വിരളങ്കല്ലുകൾ ഈ ആശുപത്രിയും ലക്ഷ്മി വീട് കോളനിയും 800-ൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളും തകർക്കും. അതുകൊണ്ട് ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയവും ഇല്ല. ഇത് ഒരു കാരണവശാലും വരാൻ പാടില്ല. ഞങ്ങൾ പറയുന്നത് 1 മണിക്കൂർ ഇത് ബന്ധപ്പെട്ട കളക്ടറും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഇത് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഒരു മഹാദുരന്തം ഒഴിവാക്കാൻ കഴിയും. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ലൈസൻസ് അനുവദിച്ചപ്പോൾ പ്രതിപക്ഷമായ LDF ആകട്ടെ നിശബ്ദത പാലിക്കുകയും ചെയ്തു. ക്വാറികൾക്ക് അനുമതി നൽകുന്നതിൽ ഹൈക്കോടതിയടക്കം കർശന വ്യവസ്ഥ വയ്ക്കുമ്പോഴാണിത്. ഇക്കാണുന്ന മലയടിവാരത്തിൽ ഏതാണ്ട് 800-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അടക്കമുണ്ട്. ഒട്ടനവധി ആളുകൾ താമസിക്കുന്ന വീടുകൾ വേറെ. ഈ മല ഇടിച്ചു നിരത്തും മുൻപ് ഇവയൊക്കെ മനസ്സിരുത്തിയൊന്നോർത്താൽ നല്ലത്. ക്യാമറമാൻ നിഖിലിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.